ബുധനാഴ്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ പഠനത്തിൻ്റെ തുടർ പഠനത്തിൻ്റെ ഒരു സെഷൻ എടുക്കുവാൻ കഴിയുന്നതിൽ അല്പമായ സന്തോഷമുണ്ട്. വർഷം പഴക്കമുള്ള പരിശുദ്ധ സഭ ലോകസഭകളിൽ ഏറെ പരിഗണിക്കപ്പെടുന്നത് സഭയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഇതര സഭകളോട് ഇടപിടിച്ചു നിൽക്കുമ്പോൾ സഭയുടെ വിശ്വാസവും അതിൻ്റെ ആരാധന ജീവിതവും ഏറെ പ്രശംസ വെച്ചുപറ്റിയിട്ടുണ്ട്. സ്തുതി വിഭാഗപ്പെട്ട പരിശുദ്ധ സഭ എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സഭ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിലും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും തലത്തിലും ഏറെ പ്രശംസ അർഹിക്കപ്പെടുന്ന ഒന്നാണ്. പരിമല സെമിനാരിയുടെ ചുമതലയിൽ എല്ലാ ബുധനാഴ്ചയും വിശ്വാസ പഠനം നടത്തുന്നു എന്നത് ഏറെ അർത്ഥപൂർണമാണ്. കാരണം വിശ്വാസങ്ങൾ എല്ലാ കാലത്തും ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, വെല്ലുവിളിക്കപ്പെടുന്നുണ്ട്. കാലങ്ങളുടെ മാറ്റമനുസരിച്ച്, ആളുകളുടെ സങ്കല്പങ്ങളനുസരിച്ച്, ജീവിത സാഹചര്യങ്ങളുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് വിശ്വാസങ്ങൾ ഏറെ വെല്ലുവിളിക്കപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സഭാംഗങ്ങളെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ വിശ്വാസത്തിൽ കരുപിടിപ്പിക്കുക എന്നത് സഭയുടെ വലിയ ഉത്തരവാദിത്തമാണ്. ഒരു പരിധിവരെ അവൈദികരാണ്, അൽമായരാണ്, വിശ്വാസ സമൂഹമാണ് ലോകത്തിൽ സഭയുടെ സാന്നിധ്യം എന്ന് പറയാറുണ്ട്. The laity are the presence of the church in the world. ലോകത്തിൽ സഭയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വിശ്വാസ സമൂഹമാണ്. അപ്പോൾ ഈ വിശ്വാസ സമൂഹം എത്രയധികം വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെടുന്നു, അതാണ് സഭയുടെ ശക്തിയും സഭയുടെ നിലനിൽപ്പും എന്ന് പറയുന്നത്. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സഭയും അതിൻ്റെ പാരമ്പര്യങ്ങൾ ഒരു പരിധിവരെ ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സഭാവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന അംശമാണ് സഭയുടെ പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. നമുക്കറിയാം, സഭയുടെ വിശ്വാസത്തിൽ ഏറെ പ്രാധാന്യം നൽകപ്പെടുന്ന രണ്ട് മേഖലകളാണ്. ഒന്ന് തിരുവെഴുത്തും, മറ്റൊന്ന് സഭയുടെ പാരമ്പര്യം. രണ്ടിനെയും പിതാക്കന്മാർ വിശുദ്ധം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പരിശുദ്ധ വേദപുസ്തകം എന്ന് വിളിക്കാറുണ്ട്, വിശുദ്ധ പാരമ്പര്യങ്ങൾ എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സഭയുടെ പാരമ്പര്യം? രണ്ട് സഹസ്രാബ്ദങ്ങളായി നിലകൊള്ളുന്ന സഭ 2000 വർഷത്തെ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സഭയുടെ പാരമ്പര്യത്തിന് എന്ത് സ്ഥാനമാണ്, എന്ത് സാങ്കത്യമാണ് നമ്മുടെ ആരാധനാ ജീവിതത്തിലുള്ളത്? അഥവാ എന്തുകൊണ്ടാണ് സഭയുടെ പാരമ്പര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്? ഈ മേഖലയിലാണ് ഇന്നത്തെ വിശ്വാസ പഠനം ക്രമീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രഡീഷൻസിനെ കുറിച്ച് അഥവാ പാരമ്പര്യങ്ങളെ കുറിച്ച് ഐറേനിയസ് എന്ന പിതാവ് വളരെ ശ്രേഷ്ഠമായി ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്താണ് പാരമ്പര്യം എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ലോകത്തിൽ
സഭാമക്കളിലേക്ക് തലമുറകളിലൂടെ സംവഹനം ചെയ്യപ്പെടുന്ന വിശ്വാസ സംഹിതയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പാരമ്പര്യത്തെ പരിശുദ്ധ ഐരേനിയസ് പിതാവ് വ്യാഖ്യാനിക്കുന്നത് അത് വിശ്വാസ സംഹിതയാണ് എന്ന്. ഈ വിശ്വാസ സംഹിത എഴുതപ്പെട്ട വിശ്വാസ സംഹിതയല്ല, മറിച്ച് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളുടെ ആകത്തുകയാണ്. നമുക്കറിയാം, സഭയ്ക്ക് സാധാരണ നിലയിൽ ഏറെ നിർവചനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ് സഭ എന്നത് ചർച്ച് ഈസ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്. സഭ എന്നത് വിശ്വാസത്തിൻ്റെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു സമൂഹമാണ്. വിശ്വാസത്തിൻ്റെ മാത്രം സമൂഹമല്ല സഭ. ഒരേപോലെ തന്നെ വിശ്വാസത്തിൻ്റെയും അതേ സാങ്കത്യത്തോടെ തന്നെ അനുഷ്ഠാനങ്ങളുടെയും ഒരു സമൂഹമാണ് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്. അനുഷ്ഠാനങ്ങളുടെ സമൂഹമായതുകൊണ്ടാണ് കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് നിലകൊണ്ടിരുന്ന അനുഷ്ഠാനങ്ങൾ തലമുറകളിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നത്. ഈ സഭയുടെ അമൂല്യമായ ഒരു സ്വത്താണ് ആദിമസഭയിൽ നിന്ന് നൂറ്റാണ്ടുകളായി കൈമാറി വന്നിട്ടുള്ള വിശ്വാസങ്ങളുടെ ആകത്തുക. അതുകൊണ്ടാണ് ഐരേനിയസ് പിതാവ് അതിനെ തലമുറകളായി സഭാമക്കളിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ആകത്തുകയാണ് പാരമ്പര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓർത്തഡോക്സിയുടെ നെടുന്തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അത്താനാസിയോസ് എന്ന പിതാവ്, അലക്സാന്ദ്രിയയിലെ ബിഷപ്പായിരുന്ന അത്താനാസിയോസ് എന്ന പിതാവ് അല്പം കൂടെ ഗൗരവമായിട്ടാണ് പാരമ്പര്യത്തെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ വചനമായ തമ്പുരാനാൽ നൽകപ്പെട്ടതാണ്. ട്രഡീഷൻസ് ആർ ഗിവൺ ബൈ ദ ലോഗോസ്. യഥാർത്ഥ വചനമായ തമ്പുരാൻ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്തപ്പോൾ നേരിട്ട് നൽകിയതാണ്. Traditions are given by the Logos. These traditions are preached by the apostles. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതാണ്. അപ്പോൾ യഥാർത്ഥ വചനമായ യേശു തമ്പുരാനാൽ നൽകപ്പെട്ടതും അപ്പോസ്തലന്മാരാൽ പ്രബോധിപ്പിക്കപ്പെട്ടതും സഭയുടെ പിതാക്കന്മാരാൽ സംരക്ഷിക്കപ്പെട്ടതുമായ വിശ്വാസ സംഹിതയാണ് പാരമ്പര്യങ്ങൾ എന്നാണ് അലക്സാന്ദ്രിയയിലെ ബിഷപ്പായിരുന്ന പരിശുദ്ധ അത്താനാസിയോസ് രേഖപ്പെടുത്തുന്നത്. 3 മാനങ്ങളാണ് അദ്ദേഹം ഈ പാരമ്പര്യത്തിന് നൽകുന്നത്. ഇത് കേവലം മനുഷ്യന് ഉപയോഗിക്കപ്പെട്ട ഒന്ന് എന്നല്ല അദ്ദേഹം പറയുന്നത്. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ദശകത്തിൽ ആരംഭിച്ച് പിൽക്കാലത്തേക്ക് കൈമാറി വന്നത് എന്ന പരിമിതമായ ചിന്തയിലല്ല പാരമ്പര്യങ്ങൾ എന്നതിനെ ഈ പിതാവ് കാണുന്നത്. അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസ പാരമ്പര്യങ്ങളുടെ നെടുന്തൂണ്, ഗ്രേറ്റ് പില്ലർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് ദൈവം തന്റെ ഏകജാതനിലൂടെ ലോകത്തിന് നൽകിയത്. ഇപ്പോൾ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ദ ലോഗോസ് ഗേവ്. അതോട് ചേർന്ന് അദ്ദേഹം പറയുന്നത് ഇത് അപ്പോസ്തലന്മാരാൽ പ്രബോധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. സഭയുടെ ആരംഭത്തിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുള്ള വിശ്വാസങ്ങളുടെ സംഹിതകളാണ് പാരമ്പര്യങ്ങൾ. അതോട് ചേർന്ന് അദ്ദേഹം പറയുന്നത് ഈ പാരമ്പര്യങ്ങൾ കാലങ്ങളായി പിതാക്കന്മാരാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതും ആണ്. അതുകൊണ്ട് പാരമ്പര്യങ്ങൾ എന്നത് ഏതെങ്കിലും ഒരു പഴയ ആചാരത്തെ പുനഃസ്ഥാപിക്കലല്ല. പഴയ ആചാരത്തെ പുനഃസ്ഥാപിക്കുന്നത്
അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ ഒരു മഹാൻ ചെയ്തതിനെ പിൽക്കാലത്ത് ആവർത്തിക്കുകയല്ല പാരമ്പര്യം എന്ന് പറയുന്നത്. മറിച്ച് പാരമ്പര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിത്യനൂതനമായ ഒരു നടത്തിപ്പിന്റെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ ബസേലിയോസ്, കൈസരിയിലെ പരിശുദ്ധ ബസേലിയോസ് പിതാവ് പറയുന്നത്, ട്രഡീഷൻ is an extension of the life of Christ into the life of the church എന്നാണ്. ക്രിസ്തുവിന്റെ ജീവിതം ക്രിസ്തു ശിഷ്യന്മാരിലൂടെ സംവഹനം ചെയ്യപ്പെട്ട് ആദിമ സഭയിലൂടെ പിന്തുടർന്ന് സഭയുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ജീവിത ശൈലിയാണ് പാരമ്പര്യം എന്നാണ് കൈസരിയിലെ വലിയ ബസേലിയോസ് പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ സഭയുടെ ജീവിത ശൈലിയായി പിതാക്കന്മാർ നൽകിയ പാഠങ്ങളായിട്ടാണ് സഭയുടെ പാരമ്പര്യത്തെ നാം കാണേണ്ടത്. അത് കാലങ്ങളായി അനുവർത്തിക്കപ്പെടുന്ന, അനുഷ്ഠിക്കപ്പെടുന്ന വലിയ വിശ്വാസ സംഹിതയിൽ പരിശുദ്ധ വേദപുസ്തകത്തിൽ ഈ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളുണ്ട്. നമുക്കറിയാം, സഭയുടെ പാരമ്പര്യങ്ങൾ ഒരു പരിധിവരെ ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ കാരണം പരിശുദ്ധ ബൈബിൾ, പരിശുദ്ധ വേദപുസ്തകം മാത്രം സഭയുടെ അടിസ്ഥാനമായ പോലെ എന്തിനാണ് പാരമ്പര്യങ്ങൾ അഥവാ ഒരു കാലത്ത് അല്ലെങ്കിൽ ആദിമകാലങ്ങളിൽ ഉള്ള വിശ്വാസാനുഷ്ഠാനങ്ങൾ നാം പരിഗണിക്കുന്നത് എന്ന ചോദ്യമാണ്. എന്നാൽ പരിശുദ്ധ വേദപുസ്തകം തന്നെ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അഥവാ സഭയുടെ പാരമ്പര്യങ്ങൾ ഏറെ പ്രധാനമായിരുന്നു എന്ന ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറെ ചിന്തകൾ നമുക്ക് കാണുകയും ചെയ്യാം. കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ഭാഗം പരിശുദ്ധ പൗലോസ്ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും, 1 കൊരിന്ത്യർ 11:23, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. അപ്പൊ വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നതിന് നൽകുന്ന ആമുഖമാണിത്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി മുറുക്കി എന്ന് തുടങ്ങി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ കുറിച്ച് പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതിന് ആമുഖമായി പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തെന്നാൽ. യഥാർത്ഥത്തിൽ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ഇത് കർത്താവിങ്കിൽ നിന്ന് അപ്പോസ്തലന്മാർ നേരിട്ട് പ്രാപിച്ചത്. അപ്പോസ്തലന്മാർ അത് ആദിമ സഭയിലേക്ക് കൈമാറ്റം നൽകിയതും ആണ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതുമാണ് ഈ വിശുദ്ധ അനുഷ്ഠാനങ്ങൾ എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു ഭാഷ്യം മാത്രമല്ല. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്, വിശുദ്ധ ബലി ആരംഭിക്കുന്നത് ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നല്ല, മറിച്ച് വിശുദ്ധ ബലി അതിന്റെ അനുഭവം എന്നത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, അത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. യഥാർത്ഥത്തിൽ ആദിമസഭയുടെ ജീവിതം ഇതാണ്. ആദിമസഭ കർത്താവിൽ നിന്ന് അനുഭവങ്ങളെ പഠിക്കുകയും ആധ്യാത്മിക ദർശനങ്ങളെ സ്വീകരിക്കുകയും ചെയ്തതാണ്. അത് അപ്പോസ്തലന്മാരാണ് കൂടുതൽ പ്രയോജനകരമായി, കൂടുതൽ എളുപ്പത്തിൽ തലമുറകൾക്ക് പ്രദാനം ചെയ്യുന്നത്.
അത് എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ എഴുതപ്പെട്ട ലേഖനങ്ങൾ മറ്റ് പലതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ അനുസരിച്ച് കൊള്ളണം എന്നാണ് പൗലോസ്ലീഹ നൽകുന്ന നിർദ്ദേശം. ഇതാണ് സഭയുടെ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാന ചിന്ത എന്ന് നാം മനസ്സിലാക്കണം. അവിടെ തന്നെ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ എന്നതിന് പകരം മൂലഭാഷയിൽ നിന്നുള്ള ട്രാൻസ്ലേഷനിൽ ട്രഡീഷൻസ് എന്നാണ് ഇംഗ്ലീഷ് വേദ പുസ്തകത്തിൽ കാണുന്നത്. ഗ്രീക്ക് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ട്രഡീഷൻസ് എന്നാണ് അവിടെ കാണുന്നത്, പ്രമാണങ്ങൾ എന്നതിന് പകരം. അപ്പൊ ഞങ്ങൾ വാക്കിനാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രമാണങ്ങളെ, ഞങ്ങൾ എഴുതി നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഷ്ഠാനങ്ങളെ നിങ്ങൾ അനുസരിച്ച് കൊള്ളണം എന്നാണ് പൗലോസ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ വാക്കിനാൽ സംവഹനം ചെയ്യപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളുമുണ്ട്, എഴുതപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളുമുണ്ട്. അത് ഹൈന്ദവ ദർശനത്തിൽ, ഹൈന്ദവ മതത്തിന്റെ കാഴ്ചപ്പാടിൽ രണ്ട് രീതിയിലുള്ള വിശ്വാസങ്ങൾ ആണ്, അല്ലെങ്കിൽ വിശ്വാസ സംഹിതയാണ് എന്ന് പറയാറുണ്ട്. അതിൽ ഒന്ന് ശ്രുതി എന്ന് അറിയപ്പെടുന്നു. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കപ്പെട്ടത് എന്നാണ് അർത്ഥം എങ്കിലും അത് കളക്ഷൻ ഓഫ് ലിറ്ററേച്ചറാണ്. വേദങ്ങൾ ഉൾപ്പെടെയുള്ള കളക്ഷൻ ഓഫ് ലിറ്ററേച്ചറാണ്. സാഹിത്യ രചനകളെയാണ് ശ്രുതി എന്ന വാക്കുകൊണ്ട് ഹൈന്ദവ സമൂഹം അവരുടെ വിശ്വാസ പാരമ്പര്യത്തിൽ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് സ്മൃതി എന്ന് പറഞ്ഞാൽ റീകളക്ഷൻ എന്നാണ്. അപ്പോ ശ്രുതി എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത്, പിൽക്കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് കളക്ഷൻ ഓഫ് ലിറ്ററേച്ചർ, എഴുതപ്പെട്ടിട്ടുള്ളതാണ് ശ്രുതി എന്നത്. എന്നാൽ സ്മൃതി എന്ന് പറയുന്നത് ഓറൽ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ട്രഡീഷൻസ്. അത് പ്രത്യേകിച്ച് ആര്യ സമൂഹം, ഇന്ത്യയിലെ ആര്യ സമൂഹത്തിൽ നിന്ന് തലമുറകളായി സംവഹനം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ആചാരങ്ങളുടെ ഒരു ആകത്തുകയാണ് സ്മൃതി എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ സ്മൃതികൾ വിഭിന്നമാണ് എന്നൊക്കെ അവരുടെ വിശ്വാസ സംഹിതകളിൽ പറയുന്നത്. അപ്പൊ അവിടെ എഴുതപ്പെട്ടിട്ടുള്ള ശ്രുതിയുമുണ്ട്, എഴുതപ്പെടാത്ത പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്മൃതിയുമുണ്ട്. അത് പ്രധാനമായും മനുസ്മൃതി ഒക്കെ പിൽക്കാലത്ത് അതിന് രൂപങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്, എഴുത്ത രൂപങ്ങൾ ലഭിച്ചിട്ടും ഉണ്ട്. മുസ്ലിം സമുദായങ്ങളുടെ വിശ്വാസ അനുഷ്ഠാനത്തിലും ഇത്തരം രണ്ട് ഭാഗങ്ങൾ ഉണ്ട്. അത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ രചിക്കപ്പെടുന്ന സമയത്ത് മുഹമ്മദ് നബി ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഹമ്മദ് നബി ഇത് പറഞ്ഞു കൊടുത്തു, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അത് രേഖപ്പെടുത്തിയതാണ്. അപ്പൊ അവിടെ അവരുടെ വിശ്വാസം പറയുന്നത് ദൈവം നേരിട്ട്, അല്ലാഹു നേരിട്ട് മുഹമ്മദിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചില ചിന്തകളുമുണ്ട്. മുഹമ്മദ് നബി തൻ്റെ ആത്മാനുഭവത്തിൽ നിന്ന് തനിയെ പറഞ്ഞിട്ടുള്ള ചിന്തകളുമുണ്ട്. ഇതിനെ രണ്ടിനെയും അവർ രണ്ടായിട്ടാണ് എഴുതിയിട്ടുള്ളത്. മുഹമ്മദ് നബിക്ക് അല്ലാഹു നേരിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചിന്തകൾ അവർ തിരിച്ചറിഞ്ഞത് നബിയുടെ മുഹമ്മദിന്റെ മുഖഭാവത്തിന്റെ ഒരു വലിയ പ്രകാശം കണ്ടുകൊണ്ട്, അതിനെ മുഖഭാവത്തിൽ വലിയ പ്രകാശം കണ്ടുകൊണ്ട് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ചിന്തകളെ അവർ എഴുതി വെച്ച വിശുദ്ധ ഖുർആനാണ്. അല്ലാതെ ഈ വലിയ പ്രകാശത്തിന്റെ ഭാവമില്ലാതെ മുഹമ്മദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയത് പാരമ്പര്യങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഹൈന്ദവ ദർശനത്തിലും മുസ്ലിം ദർശനത്തിലും ഒക്കെ ഇത്തരം രണ്ട് തരത്തിലുള്ള എഴുതപ്പെട്ട വചനങ്ങളും രേഖപ്പെടുത്തപ്പെടാതെ ഓറലായി വാക്ക് രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയ സങ്കല്പങ്ങളും ഉണ്ട്. ഇത് രണ്ടും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതേപടി പരിശുദ്ധ സഭകൾ
പറഞ്ഞു തന്നിട്ടുള്ള എഴുതപ്പെടാതെ വിശ്വാസ സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ള വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ കാലത്തെ പാരമ്പര്യങ്ങളായി മാറിയിട്ടുള്ളത്. ഇത് പുതിയ നിയമത്തിലെ ചിന്ത മാത്രമല്ല. പഴയ നിയമത്തിൽ എഴുതപ്പെടാത്ത ചില അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം ആയിരുന്നു താനും. അതിലേറ്റവും പ്രധാനമായി പഴയ നിയമത്തിലെ ചിന്ത നമുക്ക് കാണാൻ പറ്റുന്നത് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ നോക്കണം. പുറപ്പാട് 13:8. അവിടെ കാണുന്നത്, ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആ ദിവസത്തിൽ നിന്റെ മകനോട് നീ അറിയിക്കണം. നീ മിസ്രയീം ദേശത്ത് നിന്ന് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് വന്നപ്പോൾ യഹോവയാം ദൈവം നിനക്ക് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അത്ഭുതകരമായ ദൈവിക വഴി നടത്തിപ്പ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ ദൈവിക നടത്തിപ്പിനെ കുറിച്ച് നീ നിന്റെ മക്കൾക്ക് എഴുതി കൊടുക്കണം എന്നല്ല പറഞ്ഞത്, നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇത് ഏതൊരു പിതാവും പെസഹായുടെ ആചരണത്തോട് ചേർന്ന് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളോട് ചേർന്ന് ഇത്തരത്തിൽ അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന അംശങ്ങൾ പുതിയ തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കും. അത് എഴുതപ്പെട്ടവയല്ല, അത് പറഞ്ഞു കൊടുക്കുന്നവയാണ്. ഈ പറഞ്ഞു കൊടുക്കുന്നവ പിതാവിൽ നിന്ന് മക്കളിലേക്ക്, മക്കളിൽ നിന്ന് മക്കളുടെ മക്കളിലേക്ക്, അങ്ങനെ തലമുറകളിലൂടെ അത് കടന്ന് ജീവിതത്തിന്റെ ഭാഗമായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു. ആവർത്തന പുസ്തകത്തിലും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചിന്ത കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ 32:7. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കാൻ അവൻ അറിയിച്ചു തരും, നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കാൻ അവൻ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ സൂചിതമായിരിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനത്തിലെ കാര്യങ്ങൾ മാത്രം നീ നിന്റെ മതജീവിതത്തിൽ അനുഷ്ഠിക്കണം എന്നല്ല. നിന്റെ പിതാവിനോട് ചോദിക്കുക. പഴയ കാലത്ത് പഴമയുടെ ജീവിത അനുഭവങ്ങൾ നിനക്ക് പറഞ്ഞു തരും. അത് അനുഷ്ഠിക്കുവാൻ നിനക്ക് പ്രതിബദ്ധതയുണ്ട്. അതേപോലെ തന്നെ വൃദ്ധന്മാരോട് ചോദിക്കുക. നിന്റെ പിതാവ് പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിന്റെ വൃദ്ധന്മാർക്ക് പറയാൻ പറ്റും. കാരണം തലമുറയുടെ കൂടെ ജീവിത അനുഭവം അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് നിന്റെ പിതാക്കന്മാരോടും നിന്റെ വൃദ്ധന്മാരോടും ചോദിച്ച് അവർ അവരുടെ പിതാക്കന്മാരിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ദൈവിക നടത്തിപ്പിന്റെ ശ്രേഷ്ഠമായ പാതകൾ നീ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് പഴയ നിയമ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 32-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇങ്ങനെ എഴുതപ്പെടാതെ പിതാക്കന്മാരിൽ നിന്ന് പിതാക്കന്മാരിലേക്ക് സംവഹനം ചെയ്യപ്പെട്ട ദർശനങ്ങളാണ് പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി തീർന്നിട്ടുള്ളത്. ഇന്ന് പരിശുദ്ധ സഭയുടെ അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഇത്തരത്തിൽ പിതാക്കന്മാരിൽ നിന്ന് പിൻതലമുറകളിലേക്ക് സംവഹനം ചെയ്യപ്പെട്ടിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇനിയും യേശുതമ്പുരാന്റെ കാലങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോഴും ഇതേപടിയുള്ള ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ പറ്റും. യേശുതമ്പുരാൻ നേരിട്ട് ഒരു സുവിശേഷവും എഴുതിയിട്ടില്ല എന്ന് നമുക്കറിയാമല്ലോ. യേശുതമ്പുരാൻ നേരിട്ട് എഴുതിയിട്ടുള്ള സുവിശേഷം എഴുതി കയ്യിൽ കൊടുത്തിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതല്ലോ, നിങ്ങൾ ഇത് പോയി ആളുകളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞതല്ല. യേശുതമ്പുരാൻ ശിഷ്യന്മാരുടെ കയ്യിൽ സുവിശേഷം എഴുതി കൊടുത്ത് അവരെ ലോകത്തിന്റെ
യേശുതമ്പുരാൻ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുതമ്പുരാനെ പഠിപ്പിക്കലുകളുടെ പ്രധാന പാഠങ്ങളും ഒക്കെ മാത്രമാണ് അവരുടെ കയ്യിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം പാഠങ്ങളുമായിട്ടാണ് അവർ ജനമധ്യത്തിലേക്ക്, വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് അവർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ടത് പോലെ തന്നെ അവിടെ ശിഷ്യന്മാർ പറഞ്ഞുകൊടുത്ത യേശുതമ്പുരാന്റെ കാഴ്ചപ്പാടുകളും യേശുതമ്പുരാന്റെ ദൈവരാജ്യത്തിന്റെ ദർശനങ്ങളും അവിടെ പ്രധാനമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് യേശുതമ്പുരാന്റെ എല്ലാ പഠിപ്പിക്കലുകളും പൂർണ്ണമായി രേഖപ്പെടുത്തിക്കൊണ്ടല്ല. കാരണം അവൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് ലോകത്തിൽ തന്നെ അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ തന്റെ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യേശുതമ്പുരാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. മറിച്ച് അവ അപ്പോസ്തലന്മാരിലൂടെ ആദിമസഭയിലേക്ക് സംവഹനം ചെയ്യപ്പെടുകയും ആദിമസഭയിൽ നിന്ന് പിതാക്കന്മാരിലൂടെ പിൻതലമുറയിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുള്ള വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇന്ന് ഒരു പരിധിവരെ ഇത്തരം പാരമ്പര്യങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടവയായി നമുക്ക് വിവിധ പുസ്തകങ്ങളിലൂടെ പിതാക്കന്മാരുടെ പഠനങ്ങളിലൂടെ നമുക്ക് ലഭിക്കും. എങ്കിലും ആദിമസഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ട പ്രമാണങ്ങളെ പോലെ തന്നെ ശിഷ്യന്മാരിലൂടെ സംവഹനം ചെയ്യപ്പെട്ടിട്ടുള്ള ശിഷ്യന്മാർ അനുഷ്ഠിച്ച് പിൻതലമുറയ്ക്ക് പിതാക്കന്മാരിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അല്പം നമ്മുടെ ശ്രദ്ധ അനിവാര്യമായിരിക്കുന്ന മറ്റൊരു ചിന്ത വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. അവിടെ യേശുതമ്പുരാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യഥാർത്ഥത്തിൽ സഭയുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് ഏറ്റവും ശക്തമായ ഒരു വേദഭാഗമാണ് ഇത്. യേശുതമ്പുരാൻ തന്നെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം, അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതല്ല, ഞാൻ കാലാകാലങ്ങളായി സമ്മതിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് അത് ഉപദേശിച്ചു തരും എന്ന് യേശുതമ്പുരാൻ വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത് പെന്തിക്കോസ്തിയുടെ അനുഭവത്തോടെ. അപ്പൊ പെന്തിക്കോസ്തി അനുഭവത്തിൽ സഭയുടെ ആരംഭത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ അപ്പോസ്തലന്മാർ യേശുതമ്പുരാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയും, അപ്പൊ യഥാർത്ഥത്തിൽ യേശുതമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പാരമ്പര്യങ്ങൾ എന്തെന്ന്. അത് യേശുതമ്പുരാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ പിൻതലമുറയ്ക്ക് വേണ്ടി, ആദിമസഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ അഭിഷേകത്തോടെ അത് ഓർമ്മപ്പെടുത്തലാണ്, ഓർമ്മിപ്പിക്കലാണ്. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണല്ലോ.
പിതാക്കന്മാർ മക്കൾക്ക് പഴയ കാര്യങ്ങളെ പറഞ്ഞുകൊടുത്ത് ദൈവത്തിന്റെ നടത്തിപ്പിനെ ഓർമ്മപ്പെടുത്തലാണ്. അത് എഴുതപ്പെട്ടത് മാത്രമല്ല, മറിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ശിഷ്യന്മാർ പിന്തലമുറയ്ക്ക് അല്ലെങ്കിൽ പിതാക്കന്മാരിലൂടെ പരിശുദ്ധ സഭയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരത്തിൽ പറഞ്ഞു കൊടുത്ത് വാക്രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഓറൽ ട്രഡീഷൻസും പരിശുദ്ധ സഭയ്ക്ക് ഉണ്ട്. അതും സഭയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വേദപുസ്തകം തന്നെ സാക്ഷിക്കുന്നുണ്ട്. രണ്ട് ചിന്തകളിലൂടെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അത് പഠനത്തിന് വേണ്ടി വിഷയീഭവിക്കേണ്ടുന്നത്. സഭയുടെ പാരമ്പര്യങ്ങളെ ഒരു പരിധിവരെ ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ, വിശാലമായ വർഗീകരണത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് അപ്പോസ്തോലിക പാരമ്പര്യങ്ങൾ എന്ന പേരിലും, രണ്ട് പിതാക്കന്മാരുടെ അഥവാ സഭയുടെ ഭാഷയിൽ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ പാരമ്പര്യമെന്നും രണ്ടായി നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് അപ്പോസ്തോലിക് ട്രഡീഷൻസ്, അപ്പോസ്തോലിക പാരമ്പര്യങ്ങൾ. അപ്പോസ്തോലിക പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തോലന്മാർ യേശുതമ്പുരാനിൽ നിന്ന് നേരിട്ട് കേട്ടവയാണ്. യേശുതമ്പുരാനിൽ നിന്ന് നേരിട്ട് കേട്ടത് അഥവാ അപ്പോസ്തോലന്മാർ ക്രിസ്തുവിന്റെ കൽപ്പനകളെ നേരിട്ട് തിരിച്ചറിഞ്ഞവർ, അത് വിറ്റ്നസ് ചെയ്തതാണ്. അത് അവരതിന് സാക്ഷികളാണ്. അവർ സാക്ഷികളായി അവർ ആദിമസഭയിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. യേശുതമ്പുരാൻ ചെയ്ത അടയാളങ്ങളെല്ലാം, അത്ഭുതങ്ങളെല്ലാം, അവൻ പറഞ്ഞിട്ടുള്ള ചിന്താഗതികളെല്ലാം, അവൻ പഠിപ്പിച്ചിട്ടുള്ള ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെല്ലാം, അവൻ പറഞ്ഞിട്ടുള്ള ഉപമകളെല്ലാം, ഇവയെല്ലാം അപ്പോസ്തലന്മാർ ആദിമസഭയിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം ആദിമസഭയുടെ കൂടിവരവ് നമുക്കറിയാം. പെന്തക്കോസ്തിയുടെ അനുഭവത്തോടെ ആദിമസഭയുടെ കൂടിവരവ് ആരംഭിക്കുകയാണ്. ആദിമസഭയുടെ കൂടിവരവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെന്നും അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ അവിടെ ലേഖനകർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. They listened to the teachings of the apostles. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അവർ കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം മുറുക്കി എന്നൊക്കെ ആദിമസഭയുടെ ജീവിതത്തിൽ നമ്മൾ കാണും. അപ്പോൾ ആദിമസഭയിൽ അപ്പോസ്തലന്മാർ തങ്ങളുടെ ഉപദേശങ്ങളെ പറഞ്ഞു കൊടുത്തു. അത് എഴുതിയിട്ടുള്ള തിരുവചനങ്ങളല്ല, മറിച്ച് അവർ യേശുതമ്പുരാനിൽ നിന്ന് നേരിട്ട് പഠിച്ച, നേരിട്ട് മനസ്സിലാക്കിയ ചിന്തകളാണ് യേശുതമ്പുരാനെ കുറിച്ച് ആദിമസഭ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് ഓറൽ ട്രഡീഷൻസ്. അവർ തമ്പുരാനിൽ നിന്ന് നേരിട്ട് കണ്ടത്, നേരിട്ട് കേട്ടത് അവർ ആദിമസഭയിലേക്ക് സംവഹനം ചെയ്യുകയാണ്. അതിന് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വളരെ അർത്ഥപൂർണമായി നമുക്ക് കാണുകയും ചെയ്യും. പൗലോസ്ലീഹ തന്നെ തിമോഥെയോസിന് എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 1 തിമോഥെയോസ് 4:4. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകൻ ആവും. ഇത് മലയാള പരിഭാഷയിൽ അല്പം കൺഫ്യൂസിംഗ് ആണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ മെസ്സേജ് ഓഫ് അവർ ഫെയ്ത്ത് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിനക്ക് നൽകിയിട്ടുള്ള വിശ്വാസത്തിന്റെ സന്ദേശം, അതേപടി വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനം. സതുപദേശത്തിൻ്റെത് എന്നുള്ളതിന് സൗണ്ട് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അഥവാ ഗുഡ് ടീച്ചിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തിമോഥെയോസിനോട് പറയുന്നത് ആദിമസഭയുടെ കൂടി
നിർദ്ദേശം, അതിൽ നീ നിലനിൽക്കുകയും നിന്റെ സമൂഹത്തെ നിലനിർത്തുകയും ചെയ്യണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ഇതേപോലെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മാനുഷികമായ വൃദ്ധാലാപങ്ങളെ, മാനുഷികമായ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നീ സ്വീകരിക്കണ്ട, മറിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ ഞങ്ങൾ വഴിയായി നിനക്ക് ലഭിച്ചിരിക്കുന്ന ചിന്തകളെയും അംശങ്ങളെയും ആണ് തലമുറകളിലേക്ക്, ആദിമ സഭയിലേക്ക് നീ സന്നിവേശം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആദിമ സഭയുടെ പിതാക്കന്മാർ എല്ലാം തന്നെ ഇതിനെ വളരെ ശക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. കൈസരിയിലെ തന്നെ യൗസേബിയസ് എന്ന പിതാവ് ഇതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത്, പിതാവാം ദൈവത്തിന്റെ സന്ദേശം പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യത്തോടെ യേശുതമ്പുരാൻ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു എന്നും അപ്പോസ്തലന്മാരിൽ നിന്ന് പിതാക്കന്മാരിലൂടെ സഭയിലേക്ക് വ്യാപരിച്ചു എന്നുമാണ്. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകത്തോടെ, യേശുതമ്പുരാന്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവ് വന്ന് അപ്പോസ്തലന്മാരെ പെന്തക്കോസ്തേ ദിനത്തിൽ ഓർമ്മപ്പെടുത്തുകയും ഈ ഓർമ്മപ്പെടുത്തൽ അവർ ആദിമ സഭയിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് സഭയിലെ ആദിമ പിതാക്കന്മാരിലൂടെ പിൽക്കാലത്ത് സഭയിലേക്ക് ജീവൻ വെക്കുകയാണ്. ഇതിനെ ഈ അപ്പോസ്തല പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് അൺഇയറിംഗ് ട്രഡീഷൻ ഓഫ് ദി അപ്പോസ്തലിക് പ്രീച്ചിങ് എന്നാണ് യൗസേബിയസ് എന്ന പിതാവ് രേഖപ്പെടുത്തുന്നത്. ഇത് അൺഇയറിംഗ് ട്രഡീഷൻ, ഇത് തെറ്റില്ലാത്ത ട്രഡീഷൻ. കാരണം രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, യേശു തമ്പുരാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇറ്റ് ഈസ് അൺഇയറിംഗ്, അത് തെറ്റില്ലാത്തത്. അപ്പോസ്തലന്മാരിൽ യേശു തമ്പുരാനിൽ നിന്നോ അപ്പോസ്തലന്മാർ നേരിട്ട് പഠിച്ചത് അൺഇയറിംഗ്, അത് തെറ്റില്ലാത്തത്. രണ്ട്, പരിശുദ്ധാത്മാവിലൂടെയാണ് ഇവരിതിനെ പ്രഘോഷിക്കുന്നത്. അവിടെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് അത് അൺഇയറിംഗ്. അപ്പോൾ ഈ തെറ്റില്ലാത്ത വിശ്വാസത്തെയാണ് പാരമ്പര്യങ്ങളായി അപ്പോസ്തലന്മാരും പിതാക്കന്മാരും ആദിമ സഭയിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നാണ് അവിടെ നാം തിരിച്ചറിയുന്നത്. അതാണ് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള അപ്പോസ്തലിക പിതാക്കന്മാരിലൂടെയുള്ള പാരമ്പര്യമായി നാം കാണുന്നത്. കാരണം അപ്പോസ്തലന്മാരിൽ നിന്ന് അപ്പോസ്തലിക പിതാക്കന്മാരിലേക്ക് അഥവാ ആദിമ സഭയിലേക്ക് ഈ വിശ്വാസ പാരമ്പര്യങ്ങൾ വരികയാണ്. ഈ വിശ്വാസ പാരമ്പര്യങ്ങളാണ് ആദിമസഭ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, ഈ പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ട് ഉദാഹരണങ്ങളിലൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പാരമ്പര്യങ്ങളുടെ പരിശുദ്ധ വേദപുസ്തക അടിസ്ഥാനവും പിതാക്കന്മാരുടെ കാഴ്ചപ്പാടും ഒക്കെ നമ്മൾ കാണുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് രണ്ട് ഉദാഹരണങ്ങളിലൂടെ സൂചിപ്പിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പരിശുദ്ധ സഭ ഇന്നും വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന രണ്ട് പാരമ്പര്യങ്ങൾ, അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്ന് മനസ്സിലാക്കുവാൻ കൂടെ നമുക്ക് ശ്രമിക്കാം. അതിൽ ഒന്നാമത്തേത്, വളരെ വേഗം മനസ്സിലാക്കാൻ ഉള്ള ഒന്നാമത്തേത്, കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ, പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇസ്രായേൽ സമൂഹത്തിന്റെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് അവിടെ കാണുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാമത്തെ വാക്യം. അത് തുടക്കം മുതൽ കാണുന്ന വേദഭാഗം ഇതാണ്. അവരെല്ലാവരും, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു.
അതായത് ഇതിനോട് ചേർന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രമേയം കൂടിയുണ്ട്. പൗലോസ് പറയുന്നത് അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇത് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അപ്പൊ ഇസ്രായേൽ സമൂഹം തങ്ങളുടെ യാത്രയിൽ ഒരു പാറയിൽ നിന്ന് ജലം കുടിച്ചു. അത് നമുക്കറിയാം. ഹോറേബിലെ പാറയിൽ നിന്ന് ജലം കുടിച്ചു. ആ പാറയെ കുറിച്ച് നമുക്കറിയാവുന്നത്, ഹോറേബിലെ പാറയിൽ മോശെ തന്റെ കയ്യിലെ വടി കൊണ്ട് യഹോവയുടെ നിർദ്ദേശപ്രകാരം അടിച്ചു. അപ്പോൾ ആ പാറയിൽ നിന്ന് ജലം ഒഴുകി വന്നു. അത് ജനസഞ്ചയത്തിന്റെ ദാഹം തീർത്തു. ഇത്രയും നമുക്കറിയാം. ഇതാണ് ഹോറേബിലെ പാറ. പക്ഷേ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹോറേബിൽ ഉണ്ടായിരുന്ന പാറ എന്നല്ല. മനസ്സിലാക്കണം. ഹോറേബിൽ ഉണ്ടായിരുന്ന പാറ എന്നല്ല, ഹോറേബിൽ നിന്ന പാറ എന്നുമല്ല. മറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരെ അനുഗമിച്ച ആത്മീയ പാറ എന്നാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരെ അനുഗമിച്ച ആത്മീയ പാറ. The rock that followed them. അങ്ങനെ ഒരു പാറയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അഥവാ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ? ഇസ്രായേൽ സമൂഹം ജലം കുടിക്കുവാൻ ഒരു പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു നമുക്കറിയാം. പക്ഷെ പൗലോസ് പറയുന്നത് അത് ഹോറേബിൽ നിന്ന പാറ എന്നല്ല, മറിച്ച് തങ്ങളെ അനുഗമിച്ച പാറയിൽ നിന്നുമാണ് അവർ കുടിച്ചത് എന്നാണ്. അതിന് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഈ സംഭവം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഹോറേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കും, ഉടനെ ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ഇത് ഹോറേബിലെ പാറയാണ്. അവിടെ പറഞ്ഞത് ഹോറേബ് എന്ന സ്ഥലത്ത് ഒരു പാറയിൽ ഞാൻ നിൽക്കും, നീ ആ പാറയിൽ അടിക്കും, അതിൽ നിന്ന് വെള്ളം കിട്ടും എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് ഹോറേബിൽ നിന്ന പാറ എന്നാണ്. പക്ഷേ പൗലോസ് പറയുന്നത് ഹോറേബിൽ നിന്ന പാറ എന്നല്ല, ഈ ഇസ്രായേൽ സമൂഹത്തിന്റെ പിന്നാലെ സഞ്ചരിച്ച അനുഗമിച്ച പാറ എന്നാണ്. അത് ഏത് പാറയാണ്? ഈ അനുഗമിച്ച പാറ എന്നതാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗം. ഇതാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗം. കാരണം ഇതിന്റെ വ്യാഖ്യാനം പിതാക്കന്മാർ ഈ ഭാഗത്തിന് നൽകുന്ന വ്യാഖ്യാനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യഹൂദന്മാരുടെ ഇടയിൽ അന്നും ഇന്നും നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാണ്. അത് എഴുതപ്പെട്ടതല്ല. യഹൂദന്മാരുടെ ഇടയിൽ അന്നും ഇന്നും ഉണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം അവർ പിതാക്കന്മാരിൽ നിന്ന് പിൻതലമുറയിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം. അതെന്തെന്നറിയാം? ഇസ്രായേൽ സമൂഹത്തിന് ഹോറേബിൽ വെച്ച് ജലം കൊടുത്ത പാറ, മോശെ വടികൊണ്ട് തല്ലി വെള്ളം പുറപ്പെടുവിച്ച പാറ അവിടെ നിന്ന പാറയാണ്. അത് ഒരു പ്രാവശ്യം വെള്ളം കൊടുത്തിട്ട് അവിടെ നിന്ന
ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നമ്മെ സ്വാധീനിക്കുന്ന ശക്തി അല്ലല്ലോ ക്രിസ്തു. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാത്രം നമ്മുടെ ദാഹം അകറ്റുവാൻ നമുക്ക് ആശ്വാസത്തിന്റെ തെളിനീരുമായി കടന്നു വരുന്നവനല്ല ക്രിസ്തു. മറിച്ച് ക്രിസ്തു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന പ്രമേയത്തോടെ ജീവിതകാലത്തിന്റെ അവസാനം വരെ, ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ, ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ വരുന്ന ഒരു ദൈവമാണ്. അവൻ പിൻഗമിക്കുന്ന ദൈവം. ഈ പിൻഗമിക്കുന്ന ദൈവത്തെയാണ് പാറയായി കാണുന്നത്. അപ്പൊ ഈ ഭാഗം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ വേദപുസ്തകവും മനസ്സിലാക്കണം, അതേപടി സഭയുടെ പാരമ്പര്യവും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സഭയുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും കോംപ്ലിമെന്ററിയാണ് എന്ന് പറയുന്നത്. They are interdependent. Faith and traditions are interdependent. They are complementary. അവ പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമാക്കപ്പെടുന്നു. വിശ്വാസം പാരമ്പര്യത്താൽ പൂർണ്ണമാക്കപ്പെടുന്നു, പാരമ്പര്യം വിശ്വാസത്താൽ സാധൂകരിക്കപ്പെടുന്നു, തിരുവചനത്താൽ സാധൂകരിക്കപ്പെടുന്നു. ബൈബിൾ, തിരുവചനവും പാരമ്പര്യങ്ങളും കോംപ്ലിമെന്ററി. അപ്പൊ ഇത്തരത്തിൽ മനസ്സിലാക്കുന്നിടത്താണ് പാരമ്പര്യത്തിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഒരു ഉദാഹരണം. രണ്ടാമത് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഇന്നത്തെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വളരെ പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ആണ്. അതിനെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എടുക്കണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് 2-ന്റെ 26, 28. അവിടെ യേശുതമ്പുരാനെ മാതാപിതാക്കൾ മറിയവും യോസേഫും കൂടെ യേശുതമ്പുരാനെ ദൈവാലയത്തിൽ ബലിയർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന് കാഴ്ച അർപ്പിക്കുന്നു. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്ന ഒരു വേദഭാഗമുണ്ട്. അവിടെ കാണുന്ന ഒരു കഥാപാത്രമുണ്ട്, നമുക്ക് പരിചയമുണ്ട്, ശിമയോൻ എന്ന കഥാപാത്രം. കർത്താവിന്റെ ക്രിസ്തുവിനെ 26-ാമത്തെ വാക്യം ഇങ്ങനെ: കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിന് അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. അവിടെ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ശിമയോൻ. അവന് ലഭിച്ച അരുളപ്പാട് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന അരുളപ്പാട് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ശിമയോന്റേതായിട്ട് രേഖപ്പെടുത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല. ശിമയോന് ഇങ്ങനെ ഒരു അരുളപ്പാട് ലഭിച്ചതായി വേദപുസ്തകത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്താണ് ആ അരുളപ്പാട്? ആ അരുളപ്പാട് മനസ്സിലാക്കണമെങ്കിൽ, ഈ വേദഭാഗം മനസ്സിലാക്കണമെങ്കിൽ സഭയുടെ ഒരു പാരമ്പര്യത്തിലേക്ക് നമുക്ക് പോകണം. അത് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു പഠിപ്പിക്കലിലേക്ക് നമ്മൾ പോകണം. അത് മനസ്സിലാക്കണമെങ്കിൽ ശിമയോൻ ആര് എന്നറിയാം. ശിമയോൻ, സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ശിമയോൻ യെശയ്യാ പ്രവാചകന്റെ പകർത്ത് എഴുത്തുകാരനായി. യെശയ്യാ പ്രവാചകൻ തന്റെ പടുവൃദ്ധതയിലാണ് തന്റെ പ്രവചനം എഴുതുന്നത്. അപ്പൊ ഈ പ്രവചനം എഴുതുമ്പോൾ അതിന്റെ പകർത്ത് എഴുത്തുകാരനായിരുന്നു ശിമയോൻ. അത് സഭയുടെ പാരമ്പര്യമാണ്, വേദപുസ്തകത്തിലുള്ളതല്ല. അപ്പൊ യേശയ്യാവിന്റെ പകർത്തെഴുത്തുകാരനായ ശിമയോൻ യേശയ്യാവ് പ്രവചനം പറഞ്ഞു കൊടുത്തു. 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പ്രവചനം പറഞ്ഞു കൊടുത്തു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇത് കേട്ടപ്പോൾ ശിമയോൻ പറഞ്ഞു, ഇതിനെ എഴുതി. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇറ്റ് ഈസ് നോട്ട് റാഷണൽ. അത് യുക്തിസഹമല്ല. ഇറ്റ് ഈസ് നോട്ട് സയന്റിഫിക്, ഇന്റലക്ച്വൽ.
ഇദ്ദേഹത്തിന് ദർശനമുണ്ടായി. ശിമയോൻ ദർശനമുണ്ടായിട്ട് പറഞ്ഞു, യേശയ്യാവ് പറഞ്ഞ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന പ്രവചനം നീ വിശ്വസിക്കായകൊണ്ട് അത് കാണും വരെ നീ മരിക്കില്ല എന്ന് ശിമയോന് ദൈവദർശനം ലഭിച്ചു സ്വപ്നത്തിൽ. എന്ന് ഈ സംഭവം യാഥാർത്ഥ്യമായി നിന്റെ കണ്ണുകൊണ്ട് കാണുന്നു, എന്നിട്ട് നീ മരിക്കുള്ളൂ. ഇത് വേദപുസ്തകത്തിലുള്ള കാര്യമല്ല, ഇത് സഭയുടെ പാരമ്പര്യം. അപ്പൊ അതുകൊണ്ടാണ് ശിമയോൻ യേശയ്യാവിന്റെ കാലം മുതൽ പടുവൃദ്ധതയിൽ പാരമ്പര്യമനുസരിച്ച് നൂറ്റാണ്ടുകളിൽ ജീവിച്ച ശിമയോനാണ്. ഈ ശിമയോൻ നൂറ്റാണ്ടുകൾ ജീവിച്ചാണ് യേശുതമ്പുരാനെ കാണുവാൻ വേണ്ടി എത്തുന്നത്. യേശുതമ്പുരാനെ കാണുവാൻ വേണ്ടി അവൻ ദൈവാലയത്തിൽ താമസിച്ചതല്ല, മറിച്ച് അവൻ ആത്മനിയോഗത്താൽ അവിടെ ചെന്നു എന്നാണ് പറയുന്നത്. ആത്മനിയോഗത്താൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ വഹിച്ചുകൊണ്ടാണ് ശിമയോൻ ദൈവാലയത്തിൽ വന്നത്. ഈ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി, ഈ കുഞ്ഞിനെ വിശ്വസിക്കുവാൻ വേണ്ടി. കാരണം അവൻ ഒരിക്കൽ വിശ്വസിക്കാതിരുന്ന ഒരു പ്രവചനത്തെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ സഭയുടെ പാരമ്പര്യം അറിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് സഭയുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും തമ്മിലുള്ള അഗാധമായ ഒരു ബന്ധം നാം മനസ്സിലാക്കുന്നത്. അപ്പൊ രണ്ട് വേദഭാഗങ്ങളെ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാനാണ് നാം പരിശ്രമിച്ചത്. ഒന്ന്, പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തെ പിന്തുടർന്ന ആത്മീയ പാറ എന്ന ക്രിസ്തു സാന്നിധ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. രണ്ടാമത്തേത്, അതിലും പ്രധാനമായി ശിമയോന് ലഭിച്ച ആത്മനിയോഗത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇത് രണ്ടും സഭയുടെ പാരമ്പര്യത്തെ കൂടെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ തരത്തിൽ സഭയുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും പരസ്പര പൂരകങ്ങളായി ഒന്ന് മറ്റൊന്നിനെ സാധൂകരിക്കുന്നത് പോലെ, ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തുന്നത് പോലെ നിലകൊള്ളുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ഒരു തുടർ പ്രക്രിയയും സഭയിലെ തുടർ ജീവിതവുമാണ്. പരിശുദ്ധാത്മാവിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന സഭയുടെ ജീവിതമാണ്, സഭയുടെ വിശ്വാസ ജീവിതമാണ് പരിശുദ്ധാത്മാവിലൂടെ പാരമ്പര്യത്തിലൂടെ ഇന്നും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ സഭയുടെ വിശ്വാസം പരിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമല്ല, മറിച്ച് പിതാക്കന്മാരിലൂടെ സംവഹനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ പാരമ്പര്യങ്ങളിലൂടെ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് സഭയുടെ വിശ്വാസവും സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ, സഭയുടെ അനുഷ്ഠാന ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകങ്ങളായി പരിണമിക്കുന്നു എന്ന് തിരിച്ചറിയുവാനാണ് നാം ഈ സമയം ഉപയോഗിച്ചത്. പിതാക്കന്മാരുടെ ഭാഷയിൽ പാരമ്പര്യങ്ങൾ സഭയുടെ ജീവനാണ്, പരിശുദ്ധാത്മാവിലൂടെ സഭയുടെ തുടർ ജീവിതമാണ്. അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംവഹനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അത് സഭയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന തിരിച്ചറിവോടെ പരിശുദ്ധ വേദപുസ്തകത്തെയും പാരമ്പര്യങ്ങളെയും സഭയുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയായി